നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് അല്പം ബെറ്ററായി ക്ലോസ് ചെയ്തിരിക്കുന്നു. 25,219 ക്ലോസ് ചെയ്തിരിക്കുന്നു. 25,200 മുകളിലെത്തി എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. നല്ല റിസൾട്ടുകൾ ഇനി വരാനുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയും ബാക്കിയാണ്. മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിലയൻസിൻ്റെയും HDFC ബാങ്ക്, ICICI ബാങ്ക് ഇതിൻ്റെയൊക്കെ നല്ല റിസൾട്ടുകൾ വന്നെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രതികരണമല്ല കാഴ്ചവെച്ചത്. റിലയൻസ് താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇന്ന് അല്പം മെച്ചപ്പെട്ടെങ്കിലും HDFC ബാങ്കാണ് ഇന്നാണ് ആദ്യമായി മെച്ചപ്പെട്ടതെന്ന് പറയാൻ കാരണം റിസൾട്ടിന് തൊട്ട് മുമ്പുള്ള ദിവസം താഴോട്ട് പോയതാണ്. റിസൾട്ട് വന്നപ്പോഴൊന്നും ഉയർന്നുള്ളൂ, അതുവരെ ഉയർന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇന്നാണ് ഒരല്പം മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ടെൻഡൻസി പോസിറ്റീവായി തന്നെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ദിവസം വരാനിരിക്കുന്ന റിസൾട്ടാണ് IT മേഖലയിൽ നിന്ന് ഇൻഫോസിസിൻ്റെ റിസൾട്ടാണ് ഇന്ന് വൈകിട്ട് വന്നിട്ടുള്ളത്. അത് ആയിരിക്കും നാളെ മാർക്കറ്റിനെ സ്വാധീനിക്കുക എന്നെനിക്ക് തോന്നുന്നു. നല്ല റിസൾട്ടാണ് അവർ പുറത്തുവിട്ടത്. മാർക്കറ്റിൻ്റെ പ്രതീക്ഷയിലും കൂടിയ റിസൾട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. IT കമ്പനികളിലെ ലാർജ് ക്യാപ് കമ്പനികളിലെ എല്ലാവരും റവന്യൂ കുറഞ്ഞപ്പോൾ ഇൻഫോസിസ് മാത്രം 2.6% ഉയർന്ന റവന്യൂ കാണിച്ചു എന്നുള്ളതാണ്. അവർ ഗൈഡൻസ് അല്പം ഉയർത്തിയിരിക്കുന്നു. 1% മുതൽ 3% വരെയാക്കി അവരുടെ ഗൈഡൻസ് ഉയർത്തിയിട്ടുണ്ട്. അത് 0 മുതൽ 3% എന്നായിരുന്നു മുൻപുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1% ഉയർത്തി 1%-നും 3%-നും ഇടയിലാകുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇൻഫോസിസ് മറ്റു കമ്പനികളിൽ നിന്നും വേറിട്ട് പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട്. കോഫോർജിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നു. പേഴ്സിസ്റ്റൻസ് സിസ്റ്റംസിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നു. ഇതൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കാനിടയുള്ള നല്ല റിസൾട്ടുകളാവുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. IT മേഖല എല്ലാ രീതിയിലും ഇപ്പോൾ ഈ കഴിഞ്ഞ റിസൾട്ടുകൾ വന്നതൊക്കെ നിരാശാജനകമായ റിസൾട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. TCSൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. ഏകദേശം 3% അവരുടെ റവന്യൂ കുറയുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെയുള്ള റിസൾട്ടുകൾ വന്നപ്പോൾ ഇൻഫോസിസ് പുറത്തുവിട്ട റിസൾട്ട് തീർച്ചയായിട്ടും മികച്ചത് തന്നെയാണ്. അവരുടെ ഏത് രീതിയിലുള്ള വരുമാനത്തെ എടുത്തു നോക്കിയാലും മാർജിൻ എടുത്തു നോക്കിയാലും ഒക്കെ അവർക്ക് വളർച്ച കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയതാവാം, പക്ഷേ അവർ എല്ലാ രീതിയിലും വളർച്ച കാണിച്ചു എന്നുള്ളതാണ് വ്യത്യാസം. അത് നാളെ മാർക്കറ്റിനെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഫോസിസ് അതിനകത്തൊരു അനലിസ്റ്റുകൾ ഒരു 45 പേര്, 49 അനലിസ്റ്റുകളിൽ 35 പേരും പറഞ്ഞിരിക്കുന്നത് ബൈ ചെയ്യാനാണ് ഇൻഫോസിസ്. അതിൽ 11 പേര് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു, 3 പേരാണ് സെല്ലിങ് പറഞ്ഞിട്ടുള്ളൂ ഇൻഫോസിസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ മാർക്കറ്റിനെ അത് സ്വാധീനിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളത്തെ മാർക്കറ്റ് ഇത് ഇൻഫോസിസിൻ്റെ ബലത്തിൽ ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തുമാവട്ടെ, മറ്റു റിസൾട്ടുകളും കൂടി നമ്മൾ പരിശോധിക്കണം. അത് നല്ല റിസൾട്ടുകൾ വരും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അടുത്ത ലെവലിലുള്ള കമ്പനികളുടേതൊക്കെ തന്നെ മികച്ച റിസൾട്ടുകളാവുമെന്നൊക്കെ കരുതുന്നുണ്ട്. റിലയൻസ് സാമാന്യം ഭേദപ്പെട്ട റിസൾട്ട് പുറത്തുവിട്ടെങ്കിലും അതിന് ഉയരാനായില്ല. അത് സാധാരണഗതിയിൽ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് റിസൾട്ട് വന്നത്. പക്ഷേ അത് താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ അത് റിസൾട്ടിന് മുമ്പ് ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അത് ഉയരുകയുണ്ടായി. ഏകദേശം 20% ഈ കഴിഞ്ഞ മാസത്തിൽ ഈ മാസത്തിൽ ആ ഒരു ഷെയർ ഉയരുകയുണ്ടായി റിലയൻസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പല പ്രതീക്ഷകൾ കൊണ്ട് ഉയരുന്നതാണ്. അതായത് റിസൾട്ടിന് വരുമ്പോൾ ഇന്ന രീതിയിലൊക്കെ ഉണ്ടാകുമെന്നും അവരെന്തെങ്കിലുമൊക്കെ ഇതിന്
വികസനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകുമെന്നൊക്കെ കരുതിയാണ് റിലയൻസിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഇരുന്നത്. ആ രീതിയിലൊന്നും സംഭവിച്ചില്ല. അവരൊരു ഡിമാർജ് ചെയ്യാനുള്ള ജിയോയോ അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിലോ ഒന്നും ഡിമാർജിൻ്റെ പദ്ധതികളോ ഒന്നും പറഞ്ഞില്ല. അതൊക്കെ നോക്കിയപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോയി എന്നേ ഉള്ളൂ. റിലയൻസ് താഴോട്ട് പോയി. അതിന് തീർച്ചയായിട്ടും അല്പം കൂടി വെയിറ്റ് ചെയ്യണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. റിലയൻസിന് തീർച്ചയായിട്ടും നല്ലൊരു ഉയർച്ചയ്ക്കുള്ള സാധ്യത ഇനിയുമുണ്ട്. അവയുടെ ഡിമാർജൊക്കെ വരുന്നുണ്ട്. റിലയൻസ് ജിയോയുടെയും റിലയൻസ് റീറ്റെയിലിൻ്റെയൊക്കെ ഡിമാർജ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഷെയർ ആ വാല്യൂവിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം റിലയൻസിൻ്റെ ഒരു വാർത്ത വന്നു തരുന്ന റിലയൻസ് റീറ്റെയിലിന് വേണ്ടി റിലയൻസ് വാങ്ങിയിട്ടുള്ള കെൽവിനേറ്റർ ബ്രാൻഡ് അവർ വാങ്ങി എന്നുള്ളതാണ്. റെഫ്രിജറേറ്റർ രംഗത്തും ഒക്കെ നല്ല പ്രാതിനിധ്യമുള്ള കമ്പനിയാണ് കെൽവിനേറ്റർ. ഇലക്ട്രോലെക്സ് എന്ന ഫ്രഞ്ച് ഹോളണ്ട് കമ്പനിയിൽ നിന്ന് അവരത് കെൽവിനേറ്ററിനെ വാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. റിലയൻസിനെ സംബന്ധിച്ച് അതും ഒരു പോസിറ്റീവായ കൂട്ടിച്ചേർക്കലായിരിക്കുമെന്ന് തന്നെ കരുതാം. മാർക്കറ്റിൽ ഇതിനൊക്കെയുള്ള പ്രതിഫലനം കാണുന്ന ഒരു സമയമാകുന്നേ ഉള്ളൂ. റിലയൻസിന് ഉപേക്ഷിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ ഇന്ന് വന്നിട്ടുള്ള ന്യൂസുകളിൽ അധികവും അത്ര പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പല ഷെയറുകളും നല്ല ഷെയറുകൾ പലതും നല്ല റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് ഒരല്പം ഉയർന്നു വന്നത് തന്നെ. അടുത്ത ദിവസങ്ങളിൽ വരാനുള്ള റിസൾട്ടുകളിലും പ്രതീക്ഷ വയ്ക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഫോസിസ് ഇപ്പോൾ വന്നതുപോലെ കോഫോർജ്, മറ്റേ പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, ഡിക്സൺ ടെക്നോളജീസിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അതൊക്കെ മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്നതാണ്. മാർക്കറ്റിൽ പുതിയ ഉണർവ് അതിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.